ഹലോ ഗൈസ്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, എറണാകുളത്തിനാളും ബ്ലോക്കാണ് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ തൃശ്ശൂരിലെ. സോ നന്ദനയ്ക്ക് വീട്ടിൽ പോകാൻ ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് കാരണം ഞങ്ങൾ നന്ദനെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നത്. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചായ ഉണ്ട് കേട്ടോ. ചായ മാത്രമല്ല, കോഫി ഉണ്ട്, പിന്നെ ഷെയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരമൽ കോഫിയാണ്, പിന്നെ ഒരു ബ്രൂ കോഫി, പിന്നെ ആമി ഓർഡർ ചെയ്തിട്ടുണ്ട് ടീ ആയിരുന്നു. പിന്നെ ഒപ്പം ഞാനൊരു ബ്രെഡിന്റെ ഒരു ചീസൊക്കെ ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാരമലിലൊരു മണത്ത് നോക്കായിരുന്നു കേട്ടോ അതിന്റെ സ്മെല്ല്. ഞാൻ മധുരം ഉണ്ടോന്നൊക്കെ നോക്കി, ഓക്കെ ആണ്. അപ്പൊ തന്നെ എനിക്ക് കുറച്ചൊരു മിഠായിയുടെ ഒരു ഫ്ലേവർ പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ചൂടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അവന് സാധാരണ ബ്രൂ കോഫി ഉണ്ട്, പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അവരും ടേസ്റ്റ് ചെയ്ത് നോക്കിണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത് ബ്രെഡിന്റെ ഉള്ളിൽ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കും ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ആ ചീസിന്റെ ഒപ്പം തന്നെ മറ്റേ മുളകിന്റെ ഒക്കെ ഒരു കുത്തില അതൊക്കെ ഉണ്ടായിരുന്നു. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ടിഷ്യൂ പേപ്പറിൽ വീണ ചീസ് എടുത്ത് കഴിക്കുകയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നത് അയ്യന്തോളാണ് കേട്ടോ. നമ്മുടെ മീനോളജി ഇല്ലേ, അതിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇതിന്റെ ഷോപ്പ് വരുന്നത്. ടീ ബ്രേക്ക് എന്നാണ് കടയുടെ പേര്. ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടീ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആമീനെ കൊണ്ടാക്കാനായിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പൊ അവളുടെ വീടിന്റെ അവിടുത്തെ വഴികളാണ് ഈ പാടം. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈവനിങ് ടൈം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് മറ്റേ പാടില്ലേ, പച്ചപ്പാൻ എന്ത് ഞാൻ പാടുന്നില്ല, ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല കിടിലൻ കുർത്തി ഇട്ടിട്ട് വന്ന് ഇവിടേക്ക് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. പക്ഷെ നല്ലൊരു രസം, നല്ല കാറ്റും അതൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടിയപ്പോൾ പിന്നെ എന്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. വീഡിയോസിലൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഇത് നല്ല രസമുണ്ടായിരുന്നു, മറ്റേ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ കാണണതും ഈ കാറ്റും. ഓ, നൈസ് വൈബ് ആയിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ആമീനെ നേരത്തെ നന്ദനെ പറഞ്ഞു വിട്ട പോലെ തന്നെ ആമീനെ ഞങ്ങള് വഴിയിൽ പറഞ്ഞു വിട്ടിട്ട് പോകുന്നു. അപ്പൊ മാമേനെ പിക്ക് ചെയ്യാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പൊ അവിടെയാണ് നല്ലൊരു ഗംഭീര പരിപാടി. അമ്മയുടെയും മാമയുടെ ഒക്കെ ബിസിനസിന്റെ ഇതാണ്. അപ്പൊ ഇവിടെ നല്ല പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.